അപ്പൊ നമ്മള് കെക്കയെന്നൊരു ഓട്ടോ പിടിച്ച് 200 രൂപയായി. ഓട്ടോയ്ക്ക് ഇവിടെ വന്നു. ഇവിടെ നിന്ന് കയ്യിലുണ്ടായിരുന്ന കുറച്ച് കുക്കീസൊക്കെ നമ്മൾ മേടിച്ചത് കഴിച്ചു. എന്നിട്ട് ഇവിടുന്ന് സിനിമാന വാട്ടർഫോൾ കാണാൻ ടിക്കറ്റ് എടുത്തു. സിനിമാന വാട്ടർഫോൾ ഒരാൾക്ക് 50 രൂപ വെച്ച് നമ്മൾ 3 പേർക്ക് 150 രൂപയായി. അപ്പൊ നമ്മൾ സിനിമാന ഇവിടെ വന്നു. ഇവിടെയാണ് വാട്ടർഫോൾ. ഇതൊരു വലിയ വാട്ടർഫോളാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കുളിക്കാൻ പറ്റുന്നതാണ് ഇവർ പറഞ്ഞത്. പക്ഷെ കണ്ടിട്ട് ഭയങ്കര വെള്ളമുള്ളൊരു വാട്ടർഫോളാണ്. കുളിക്കാൻ പറ്റുമോ നോക്കാം. ഇതാണ് നമ്മുടെ ഇങ്ങോട്ടുള്ള സിരമാനി വാട്ടർഫോൾസിനുള്ള ടിക്കറ്റ്. അതായത് സിൻഡോടി വില്ലേജ് ഫോറസ്റ്റ് കമ്മിറ്റി. ഈ വില്ലേജിന്റെ പേരാണ് സിൻഡോടി. ഇവിടെ നമ്മൾ 3 പേരുണ്ട്. 150 പെർ ഹെഡ് 50 രൂപയായിട്ട് വരുന്നത്. ചിക്മംഗ്ലൂരുണ്ട്. ശൃംഗേരി ഈ താലൂക്ക് മാറി. അല്ല, താലൂക്ക് തന്നെ ശൃംഗേരി തന്നെ. പക്ഷെ ചിക്മംഗ്ലൂരു എന്നൊക്കെ എഴുതിയേക്കുന്നത് ഡിസ്ട്രിക്ട് ചിക്കമംഗ്ലൂരാ. ആണോ? ഇതാണ് സിരിമാനെ വാട്ടർഫോൾ. ഷിമോഗയല്ല, ഇതാണ് വാട്ടർഫോൾ. വെള്ളം നല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത്. ഇതിനടി കുളിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ആളുകൾ പോയി കുളിക്കുന്നുണ്ട്. പക്ഷെ വെള്ളം ഒരു കലക്കവെള്ളം പോലെയാ. വേണമെങ്കിൽ ഇറങ്ങി ഒന്ന് കുളിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സിരിമാന വാട്ടർഫോൾസ് പോയിട്ട് ഇപ്പൊ തിരിച്ച് അവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ തിരിച്ച് കിഗ്ഗ പോയ ഓട്ടോയ്ക്ക് തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. അതെ, നമ്മൾ ആ ചേട്ടനെ വിളിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ റാൻഡമായിട്ട് വേറൊരു അവിടെ സെക്യൂരിറ്റി ചേട്ടനെ കളിച്ചിട്ട് പുള്ളിയോട് ഓട്ടോ ചോദിച്ചു. പുള്ളി റാൻഡം ഓട്ടോക്കാരനെ വിളിച്ചു വരുത്തി. പക്ഷെ വിളിച്ച് വന്നപ്പോ നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോയി സുബ്രഹ്മണ്യൻ ചേട്ടൻ സുദർശൻ ചേട്ടൻ തന്നെ നമ്മള് കിഗ്ഗയിലെത്തി. 5:30 വണ്ടി എന്ന് പറഞ്ഞു. പക്ഷെ 5:30 വണ്ടി എത്തി. 6 മണിക്ക് ഒരു വെയിറ്റിംഗ്. ഒരു 5 മിനിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് 6 മണിയാകുമ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് പോവാം. നമ്മള് കുറച്ച് ലസ്സി ഒക്കെ കുടിച്ച് ഇങ്ങനെ വണ്ടി നോക്കി നിൽക്കാണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് പരിചയക്കാരാ. മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മള് 4 മലയാളി ചേട്ടന്മാരെ കണ്ടായിരുന്നു ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരോടൊക്കെ സംസാരിച്ച് അവരുടെ കാർ കയറി പോകുന്ന അവരുടെ കാർ കയറി പോകുന്ന ഒരു പ്ലാൻ ആണ്. പക്ഷെ ഓൾറെഡി 4 പേരുണ്ട്. പിന്നെ നമ്മൾ വഴിയിൽ ഒരു ഗാനഭൂഷണം ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ നമ്മളെ വഴിയിൽ നിന്ന് വിളിച്ചു വരുത്തി. ഹായ്, വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം എന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരം ഇതാക്കാണെന്ന് വീടാത്ത വീടാ. അപ്പൊ അവിടെ പുള്ളി കുറച്ചു നേരം നമ്മൾക്ക് പുള്ളി അങ്ങ് തുടങ്ങി. ഞാൻ ഇവിടെ പാട്ട് പാടിയിട്ടുണ്ട്. കാസർഗോഡ് മാധൂർ അമ്പലത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ പാട്ട് പാടിയിട്ടുണ്ട്. പുള്ളി എന്നിട്ട് പറഞ്ഞു തുടങ്ങി, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നേരെ മൂകാംബിക പോ, കൊല്ലൂര് അവിടെ പോയി കൊടജാദ്രി അമ്പലത്തിൽ പോ, അല്ലെങ്കിൽ നിങ്ങൾ മംഗലാപുരം പോ. അവിടെ ഈ അമ്പലമുണ്ട്, ആ അമ്പലമുണ്ട്. പുള്ളി ഒരു 10 രൂപ അമ്പലത്തിൽ ലിസ്റ്റ് പറഞ്ഞു. ഈ അമ്പലത്തിൽ പുള്ളി പറഞ്ഞു ഉടുപ്പിക്ക് പോ, ഉടുപ്പിയിൽ ആ അമ്പലമുണ്ട്. പുള്ളി പറഞ്ഞു ഞാൻ ഗുരുവായൂരപ്പന്റെ 3 പാട്ട് പാടിയിട്ടുണ്ട്. ശബരിമല അടുത്താ വീട്. നമ്മൾ ശബരിമല പാട്ട് പാടുന്നു. കാനനപിതാവേ, കാനനപിതാവോ, കാനനവാസനോ അങ്ങനെ അവസാനം ഞാൻ കഴിച്ചിലാവാൻ വേണ്ടി പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ബെസ്റ്റ് പോണം. പുള്ളി പറഞ്ഞു നേരെ ഗോ. ഞാൻ ആശേരി ടാറ്റാന്ന് പറഞ്ഞ് ഞാൻ ആ വഴിയെങ്കിൽ പോകുന്നു. പക്ഷെ പുള്ളി നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് കൽപ്പാത്തി വെച്ച് ഇതുപോലത്തെ ഒരു ചേട്ടനെ കണ്ടായിരുന്നു. പുള്ളി കത്തി അടിച്ച്